ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രീമിയം ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇറക്കാം. 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2700ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ നൽകി, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ജിംനേഷ്യവും യൂട്ടിലിറ്റി സ്പേസും ഈ വീടിന് അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് വളരെ അടുത്തായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ കൂടിയാണ്. കൂടാതെ 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, TV റൂം, ജിമ്മ്, യൂട്ടിലിറ്റി സ്പേസ് ഇതെല്ലാം ഈ വീടിന് അവൈലബിൾ ആണ്. വെറും 200 മീറ്റർ മാത്രം ദൂരമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വരുന്നുള്ളൂ. മാത്രമല്ല 4.5 മീറ്റർ വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2 കോർട്ട്യാർഡ് ഈ വീടിന് അവൈലബിൾ ആണ്. കൂടാതെ ബാൽക്കണിയും നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ലൊക്കേഷനിൽ നിന്നും ജസ്റ്റ് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 50 മിനിറ്റ്സ് ഡ്രൈവ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും, ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് സ്മാർട്ട് സിറ്റിയിലേക്കും, 20 മിനിറ്റ്സ് ഡ്രൈവ് എടപ്പള്ളി ലുലു മാളിലേക്കും, 5 മിനിറ്റോളം ഡ്രൈവിൽ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരാവുന്ന ഒരു നല്ലൊരു പ്രീമിയം പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. മനോഹരമായ ഗേറ്റും അതുപോലെ തന്നെ മതിലുകളുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാം, നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി നമുക്കൊരു 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം നൽകിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. സൈഡ് വശങ്ങളെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഏരിയ ഒരു വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത ഒരു ഏരിയയിലാണ് കേട്ടോ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. ഇവിടെ കാർ പോർച്ചിലെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗം പാഷ്യോ ആണ്. ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരാവുന്ന ഒരു മനോഹരമായൊരു പാഷ്യോ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാംബോ പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കടക്കാം. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ബയോമെട്രിക് ഡോറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് കൊത്തുപണികളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചേർന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണിത് നൽകിയിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിരിക്കുന്നു. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കേട്ടോ ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ധാരാളമായി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വിൻഡോ ആയി യൂസ് ചെയ്തിരിക്കുന്ന ടഫൻ ഗ്ലാസ് യൂസ് ചെയ്താണ്. മാത്രമല്ല വലിയ TV യൂണിറ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയയും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10-12 കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ്, ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു പാഷ്യോ ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നു. ക്രോക്കറി ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിലൊരു കോർണറിലായി വാഷ് ബേസിനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഹാൻഡ് മെയ്ഡ് മിറർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നു. UPVC ഡോറുകളാണ് ടഫൻ ഗ്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ഏരിയയിൽ ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലായി കിണറും നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായൊരു കിച്ചണാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് അത് നൽകിയിരിക്കുന്നത്. കിഴക്കോട്ട് ആണ് അതിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡും ഹോബും ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൂടാതെ വാഷ് ബേസിൻ എല്ലാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് കിച്ചണാണ് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് എല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ബെഡെല്ലാം നൽകി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണത് നൽകിയിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പാഷ്യോ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് വരുന്നത് എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. കാക്കനാട് സൈഡിലേക്കായാലും കളമശ്ശേരി, അതുപോലെ തന്നെ കോലഞ്ചേരി, പട്ടിമറ്റം, പെരുമ്പാവൂർ സൈഡിലേക്കായാലും ആലുവ സൈഡിലേക്കാണെങ്കിലും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് സൈഡിലേക്കാണെങ്കിലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ഫെസിലിറ്റിയോടുകൂടി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് ടബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ വാട്ടർ ഹീറ്ററും ഹെയർ ഡ്രയർ നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളിൽ 3 ബെഡ്റൂമും ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹെയർ ഡ്രയർ എല്ലാം വാട്ടർ ഹീറ്റർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. മനോഹരമായ സ്റ്റെയർകേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡിലിന് ടഫൻ ഗ്ലാസും വുഡും നൽകിയിരിക്കുന്നു. നേരെ കയറിച്ചെന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഷാൻലിയർ ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ആണ് ഇതിനു വേണ്ടി ധാരാളമായി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ നമുക്ക് ഒരു ജിംനേഷ്യവും ഒരു TV റൂമും യൂട്ടിലിറ്റി സ്പേസ് ബാൽക്കണി അങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ TV ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ഈ ഏരിയ വലിയൊരു TV നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ കാണുന്നത് പഴയ കാലങ്ങളിൽ കിളിവാതിൽ എന്നൊക്കെ പറയുന്ന ഒരു മോഡൽ ഒരു വിൻഡോ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും എല്ലാം കാണാവുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഒരു സൈഡിൽ നൽകിയിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് 14, 16, 12, 14 എന്ന അളവിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഒരു സീലിംഗ് ഫാനെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ബാത്റൂം ആണെങ്കിലും ബാത്ത് ടബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൺസീൽഡ് ആയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെയും വാട്ടർ ഹീറ്ററും ഹെയർ ഡ്രയർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റ് പാറ്റേണിലാണ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. മൊറോക്കൻ ടൈലുകളെല്ലാം നൽകി മനോഹരമാക്കിയൊരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബാൽക്കണിയാണ്. ചെറിയൊരു ഊഞ്ഞാലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ലൂവേഴ്സ് എല്ലാം നൽകി സീലിംഗ് വർക്കുകളെല്ലാം ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു മാറ്റ് പാറ്റേണിലാണ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടും. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ലാസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾഡ്രോബ് സൗകര്യവും വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയുള്ള ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ആണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുന്നത്. ഹെയർ ഡ്രൈ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ജിംനേഷ്യമാണ് നമ്മൾ ഈ കാണുന്നത്.
ഇവിടെയാണെങ്കിൽ ഒരു ത്രെഡ് മില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ബെഞ്ച്, അതുപോലെ തന്നെ ഒരു സൈക്ലിംഗ് മെഷീൻ, ഡംബിൾസ് എല്ലാം ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അയൺ ചെയ്യാനുള്ള, ഡ്രസ്സെല്ലാം അയൺ ചെയ്യാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഒരുക്കിയിരിക്കുന്നു. വാഷിംഗ് മെഷീനുള്ള ഏരിയയും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ റേറ്റാണ്. ഏതാണ്ട് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും, ഒരു ജിമ്മും, കൂടാതെ ഒരു TV ഏരിയയും, അതുപോലെ തന്നെ യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ മനോഹരമായ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാടിന് വളരെ അടുത്തായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. നല്ലൊരു വില്ല പ്രൊജക്റ്റിലാണ്, ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 1,59,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തം ലാൻഡ് ഉണ്ടെങ്കിൽ, സ്വന്തം പ്ലോട്ട് ഉണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസരണം നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് ഞങ്ങൾ തന്നെ നിർമ്മിച്ചും നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.